2023 പുറത്തിറങ്ങിയ കാന്താര എന്ന ജനശ്രദ്ധ നേടിയ സിനിമ കാണാത്തവരായി ആരുമുണ്ടാവില്ല. അതിൽ ഒരു രാജാവിനോടൊപ്പം കാന്താര കാടിറങ്ങുകയാണ്. നാട്ടുകാരും പ്രേക്ഷകരും ആ കാഴ്ച കണ്ടുനിന്നു. പക്ഷേ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ ദൈവം ഗുളികനെ ആരും കണ്ടില്ല, ആരുമൊട്ട് അന്വേഷിച്ചതുമില്ല. കഥയുടെ ക്ലൈമാക്സായി നാട്ടുരാജാവ് ചതിയുടെ താണ്ഡവമാടി മണ്ണും മാനവും നഷ്ടമായി ജീവശവമായി തീർന്ന കുറേ മനുഷ്യർ. സമ്പ്രദായത്തിലെ പ്രേത ഗുളികൻ തീർന്നിട്ടില്ല. ഒറ്റവാക്കിൽ ഉത്തരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ബോധം, തിരിച്ചറിവ്, ശരീരത്തിന്റെ തുലനാവസ്ഥ, തുലനം പാലിക്കുന്ന ഓട്ടോലിത്ത്, കാണാനാകാത്ത കാവൽ മാലാഖ. ഇപ്പറഞ്ഞതൊക്കെ ഗുളികനാകുന്നത് എങ്ങനെയാണെന്നല്ലേ? ഉത്തരമുണ്ട്. എന്നാൽ ആ ഉത്തരങ്ങൾക്ക് മുമ്പ് ആദ്യം തെയ്യപ്രപഞ്ചത്തിലെ ഗുളികനെ കുറിച്ച് അറിയണം. തെയ്യക്കോലങ്ങളെല്ലാം മതിലിനകത്തിരിക്കുമ്പോൾ വെയിലും മഴയുമേറ്റ് മാടമില്ലാതെ പുറത്തിരിക്കുന്ന ഗുളികൻ എന്ന കാവൽക്കാരനെ അറിയണം. കളിയാട്ടകാലങ്ങളിൽ കുട്ടികളുടെ കൂടെ ഓടിത്തിമിർക്കുന്ന കുളിയൻ എന്ന കൂട്ടുകാരനെ അറിയണം. പിന്നെ ജ്യോതിഷത്തിലെ ശനിപുത്രനായ ഗുളികനെയും അഷ്ടനാഗങ്ങളിൽ ഒരുവനായ ഗുളികനെയും അറിയണം. അപ്പോൾ ആ ഉത്തരങ്ങളും നിങ്ങളെ തേടിയെത്തും. ഇനി നമുക്ക് ഗുളികന്റെ കഥയിലേക്ക് കടക്കാം. കാലനില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് സങ്കല്പിക്കാനാവുമോ? എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. കാലനില്ലാത്ത കാലത്ത് മഹാദേവന്റെ പെരുവിരൽ പൊട്ടിയടർന്നുണ്ടായ ദേവനാണ് തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ. ജനന മരണങ്ങളുടെ കാരണഭൂതൻ. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നാടുവാഴുന്ന ദേവൻ. തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ പിറവിയുടെ കഥ ഇങ്ങനെ. മൃഗണ്ടു എന്ന മഹർഷി കുട്ടികളില്ലാതെ ദുഃഖിതനായിരുന്നു. ഏറെക്കാലം പരമശിവനെ തപസ്സു ചെയ്തു. ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവനോട് ദുഃഖം പറഞ്ഞു മുനി. അപ്പോൾ ശിവൻ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു മകനെ വേണോ, അതോ വെറും 16 വയസ്സ് മാത്രം വരുന്ന ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ? ആയുസ് കുറവാണെങ്കിലും അറിവുള്ളൊരു മകൻ മതിയെന്ന് മുനി പറഞ്ഞു. അങ്ങനെ മുനിക്കൊരു മകൻ പിറന്നു. അവന് മാർക്കണ്ഡേയൻ എന്ന് പേരുമിട്ടു. മിടുമിടുക്കനായി അവൻ വളർന്നു. മകന് 16 തികയാറായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചു കലങ്ങി തുടങ്ങി. തനിക്ക് ആയുസ്സെത്തി എന്ന കാര്യം അപ്പോഴാണ് മാർക്കണ്ഡേയൻ പോലും അറിയുന്നത്. എന്നിട്ടും അവൻ പതറിയില്ല. കഠിനമായ ശിവഭജനം തുടങ്ങി. ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലി നേരം കൂട്ടി. അങ്ങനെയൊരു നേരത്താണ് മരണദേവനായ കാലപാശവുമായി അവനെ തേടി വരുന്നത്. കാലന്റെ വിളി കേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. പക്ഷേ കാത്തുനിൽക്കാൻ കാലന് കാലമില്ലായിരുന്നു. പോത്തിന്മേലിരുന്ന് കുരുക്ക് വീശിയെറിഞ്ഞു കാലൻ. മാർക്കണ്ഡേയന്റെ കഴുത്തിലും പിന്നെ ശിവലിംഗത്തിനും ചേർന്ന് ആ കുരുക്കങ്ങ് മുറുകി. ആഞ്ഞുവലിച്ചു. ശിവലിംഗം പോലും പിഴുതു വന്നു. പിന്നെ പറയാനുണ്ടോ? ശിവകോപം ജ്വലിച്ചു. 3-ാം കണ്ണ് താനേ തുറന്നു. ഒറ്റ നോക്കിൽ തന്നെ എരിഞ്ഞമർന്നു കാലൻ. ശേഷിച്ചത് ഒരു പിടി ചാരം മാത്രം. ശേഷം കാലനില്ലാത്ത കാലം. ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി. ഭാരം താങ്ങി താങ്ങി നടുതളർന്നു ഭൂമിദേവിക്ക്. കാര്യമറിഞ്ഞ ശിവന്റെ മനമലിഞ്ഞു. ഇടതു തൃക്കാലിൽ പെരുവിരൽ നിലത്തമർന്നു. ആ വിരൽ പൊട്ടിപ്പിളർന്നു. അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു. അതാണ് സാക്ഷാൽ ഗുളികൻ. ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനോട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു, കീഴ്ലോകത്തേക്ക് പോവുക, ചെന്ന് കാലന്റെ ജോലി ചെയ്യുക. അങ്ങനെ ശിവാംശജാതനായ ഗുളികൻ നേരെ ഭൂമിയിലേക്കിറങ്ങി. കാലനില്ലാത്ത കാലത്തെ കാലനായി. മരണസമയത്ത് ജീവജാലങ്ങളുടെ ജീവനുകളും തൂക്കി ഭൂമിയിൽ നിന്നും പറന്നു. പുറം കാലനെന്നും കരിങ്കാലനെന്നും പേരുണ്ട് ഗുളികന്. കാലൻ, അന്തകൻ, യമൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഗുളികൻ. തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വാസ്തുവിന്റെ സംരക്ഷകനായിട്ടാണ് അത്യുത്തര കേരളത്തിൽ കരുതുന്നതും ആരാധിക്കുന്നതും. കാവുകളുടെയും ദേവസ്ഥാനങ്ങളുടെയും ഒക്കെ മതിലിന് ചേർന്ന് പുറത്ത് ചെമ്പകമരച്ചോട്ടിലാണ് ഗുളികന്റെ സ്ഥാനം. വെടിയിലും പുകയിലും കരിയിലും നാനാകർമ്മങ്ങളിലും വസിക്കുന്ന ദേവനാണ് താൻ എന്ന് തെയ്യത്തിന്റെ വാമൊഴി. അതുകൊണ്ട് തന്നെ ജനനം മുതൽ മരണം വരെയുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഉത്തര കേരളത്തിലെ പല സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ മലയ സമുദായക്കാരുടെ കുലമൂർത്തിയാണ് ഗുളികൻ. മറ്റാരേക്കാളും മലയരുടെ പൂജയാണത്രേ ഗുളികൻ ഇഷ്ടം. ഒരു മലയൻ മന്ത്രം പോലും അറിയാതെ ഗുളികനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പുഷ്പം അർപ്പിച്ചാൽ പോലും ദേവൻ അത് നെഞ്ചോട് ചേർക്കുമത്രേ. ഒട്ടുമിക്ക കാവുകളിലും ഗുളികന് സ്ഥാനമുണ്ടാകും. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ വിഘ്നം തീർക്കാൻ കഴിയുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ. പലതരം ഗുളികന്മാരുണ്ട് തെയ്യപ്രപഞ്ചത്തിൽ. ഗുളികന്മാർ 101 എന്നാണ് ചൊല്ലി. അതിൽ ചിലരാണ്
തെക്കൻ ഗുളികൻ, വടക്കൻ ഗുളികൻ, മന്ത്രഗുളികൻ, കാരാഗുളികൻ, മൂകാംബി ഗുളികൻ, മാരി ഗുളികൻ, മാരണ ഗുളികൻ, പുലഗുളികൻ, ജപഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, ചൗക്കാർ ഗുളികൻ, രക്തഗുളികൻ, ചുവന്ന ഗുളികൻ, സ്ഥാനഗുളികൻ, ഉമ്മട്ട ഗുളികൻ, കുട്ടിഗുളികൻ, മൃത്യുഗുളികൻ, കരിഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ, അന്തിഗുളികൻ, പാതിരാഗുളികൻ, ജാതക ഗുളികൻ തുടങ്ങിയവർ. ഇതിൽ വടക്കൻ ഗുളികൻ, തെക്കൻ ഗുളികൻ, മാരണ ഗുളികൻ, പുലഗുളികൻ, ജപഗുളികൻ, കരിങ്കുളികൻ, കാരഗുളികൻ, ജാതക ഗുളികൻ, ഉമ്മിട്ട ഗുളികൻ തുടങ്ങിയ സങ്കല്പങ്ങൾക്ക് കെട്ടിക്കോലങ്ങളുമുണ്ട്. നാഗരൂപത്തിൽ കെട്ടിയാടുന്ന ഗുളികന്റെ വ്യത്യസ്ത രൂപങ്ങൾക്ക് വ്യത്യസ്ത വേഷങ്ങളാണ്. കുരുത്തോല വഞ്ചിയും കയ്യിൽ ദണ്ടും കുരുത്തോല കൊണ്ട് കെട്ടിയ ആകോലും അരിച്ചാന്ത് പൂശിയ ദേഹത്ത് 3 കറുത്ത വരകളുമാണ് ഗുളികൻ തെയ്യത്തിന്റെ വേഷം. പുരികത്തിന് തൊട്ടു മുകളിൽ നിന്നും തുടങ്ങി കണ്ണിന് താഴെ വരെ മഷി മുഖത്തും ദേഹത്തും പൊക്കിൽ വരെയും അരിച്ചാന്തിടും. പിന്നെ ഈർക്കിലുകൊണ്ട് മുഖത്തു നിന്നും വിരലുകൊണ്ടും ദേഹത്തു നിന്നും അരിച്ചാന്ത് മാറ്റും. അങ്ങനെ അരിച്ചാന്ത് വരകളാകും. തലപ്പാളി കെട്ടി തലത്തണ്ട കെട്ടും. ഈർക്കിൽ കളഞ്ഞ കുരുത്തോല മടലോടെ അരയിൽ കെട്ടും. ഇതിനെ കുരുത്തോല വഞ്ചി എന്നും ഓലയുടുപ്പ് എന്നും പറയും. കയ്യിൽ കുരുത്തോല കൊണ്ട് നഗോരം കെട്ടും. പിറകിൽ നിതംബം വരെ താഴ്ന്നു കിടക്കുന്ന ചാമരം, കാലിൽ ചിലങ്കുകൾ, ചൂട്ടും ത്രിശൂലവുമാണ് പ്രധാന ആയുധങ്ങൾ. വ്യത്യസ്ത രൂപങ്ങൾക്ക് വ്യത്യസ്ത വേഷങ്ങളാണെങ്കിലും ഒട്ടുമിക്ക ഗുളികൻ തെയ്യങ്ങൾക്കും മുഖപ്പാളയും അരയിൽ കുരുത്തോല കൊണ്ടുള്ള ഓലയുടുപ്പും ധരിക്കും. മെയ്യെഴുത്ത് അരിച്ചാന്തു തന്നെ. തെക്കൻ ഗുളികന് ഉയരമേറിയ തിരുമുടി ഉണ്ടാകും. ഇത് ധരിച്ചുകൊണ്ട് തന്നെ പൊയ്ക്കാലിൽ നടക്കും. കാരഗുളികൻ കോലം ഉറഞ്ഞാടി കൂർത്ത കാരമുള്ളിലേക്ക് എടുത്തു ചാടും. കാരമുള്ളിൽ ശയിക്കും. വൈക്കോലിൽ ഒരു ശിശുവിൻ്റെ രൂപമുണ്ടാക്കും ഉമ്മിട്ട ഗുളികൻ. എന്നിട്ട് തൻ്റെ കുഞ്ഞിനെ പോലെ അതിനെ എണ്ണ തേപ്പിക്കും, കുളിപ്പിക്കും, ഉടുപ്പിടിക്കും, മുല കൊടുക്കും, താലോലിക്കും. പക്ഷേ ഒടുവിൽ കരച്ചിലടങ്ങാത്ത കുഞ്ഞിനെ ത്രിശൂലത്തിൽ കുത്തി കോർത്തു കൊല്ലും. എന്നിട്ട് പൊട്ടിച്ചിരിക്കും. ഇവിടെയാണ് ജനനം മുതൽ മരണം വരെയുള്ള സർവ്വകാര്യങ്ങളിലും, അത് നല്ലതാണെങ്കിലും മോശമായാലും, ഗുളികൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിന് ദൃഷ്ടാന്തമായി വരുന്നത്. ഒരേ സമയം വാത്സല്യമൂർത്തിയും പുറംകാല രൂപനുമാണ് ഗുളികൻ എന്ന് തെളിയിക്കുന്നത്. കുളിയൻ കുഞ്ഞിനെ പോറ്റും പോലെ എന്ന ചൊല്ലു തന്നെയുണ്ട് വടക്കൻ കേരളത്തിൽ. ഗുളികന് ഉത്തര കേരളത്തിൻ്റെ വടക്കും തെക്കും രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ കാലൻ്റെയും സങ്കല്പത്തിലുള്ള ആരാധനയുടെയും ഉപാസന ലക്ഷ്യവും തികച്ചും ഒന്നുതന്നെയാണ്. കണ്ണൂരിന് തെക്ക്, അതായത് വളപട്ടണം പുഴയ്ക്ക് തെക്കുള്ള പ്രദേശങ്ങളിൽ ഉയരമുള്ള മുടി വയ്ക്കുന്ന തെക്കൻ ഗുളികനാണ് പ്രചാരത്തിൽ. ആദ്യം ഇളം കോലമായും പിന്നീട് തിരുമുടിയും മുഖപ്പാളയും അണിഞ്ഞ് കയ്യിൽ ദണ്ടുമേന്തി തിരുനടനം ചെയ്യും തെക്കൻ ഗുളികൻ. അതിനുശേഷം പൊയ്ക്കാലിൽ 3 തവണ ക്ഷേത്രം വലം വയ്ക്കും. തെക്കൻ ഗുളികനും വടക്കൻ ഗുളികനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വളപട്ടണം പുഴയ്ക്ക് വടക്കുള്ള ദേശങ്ങളിലെ വടക്കൻ ഗുളികന് വെള്ളാട്ടമില്ല. പൊയ്ക്കാലും നീണ്ട മുടിയുമില്ല. മുഖപ്പാളയും കുരുത്തോലയും അണിഞ്ഞ് കയ്യിൽ ത്രിശൂലവും വെള്ളോട്ടുമണിയുമാണ് ഗുളികൻ തെയ്യം ഇറങ്ങുക. ശൂലം നീട്ടി കുത്താനോങ്ങിയും വായ്ക്കുരവയിടുന്ന കുട്ടികളുടെ പിന്നാലെ പാഞ്ഞും പൊടിക്കൈകൾ കാട്ടി കാണികളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന കോലമാണ് വടക്കൻ ഗുളികൻ തെയ്യം. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികൻ മാന്ത്രിക കർമ്മങ്ങളെല്ലാം വിശേഷ സ്ഥാനമുണ്ട്. എല്ലായിടത്തും സഞ്ചാരമുള്ള ദേവതയാണ് ഗുളികൻ. സർവ്വവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥാനങ്ങൾ തന്നെ ഉണ്ടാകില്ലെന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനന മരണകാരനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യ സ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. അതേസമയം ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ. അപമൃത്യു സംഭവിക്കാതിരിക്കാനും സകല ദോഷങ്ങളും ദുരിതങ്ങളും വിട്ടുമാറുന്നതിനും ഭക്തന്മാർ കരിങ്കലശം ചെയ്യുന്നു. കോഴിയറുത്ത് ഗുരുതി സമർപ്പിക്കുന്നതിലൂടെയാണ് കർമ്മം പൂർത്തിയാകുന്നത്. തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലയാണ് തിറകളിലും തുളുനാട്ടിലെ ഭൂതകോലങ്ങളിലും ഗുളികനെ കെട്ടിയാടാറുള്ളത്. തിറയാട്ടത്തിലെ പാണ സമുദായക്കാർ കെട്ടിയാടുന്ന ഗുളികന് കഥകളിയിലെ കരിവേഷത്തോട് സാമ്യമുണ്ട്. ഇനി മറ്റൊരു ഗുളികന്റെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്. പരമശിവന്റെ ശാപം കൊണ്ട് ഗുളികൻ പാതാളത്തിൽ പോയി 12 വർഷം ഒളിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ കാലനില്ലാത്ത കാലം വീണ്ടും വന്നെന്നും പിന്നീട് ത്രിമൂർത്തികളുടെ തന്നെ ആവശ്യപ്രകാരം 12 വിധത്തിലുള്ള ഗുളികന്മാരായി ഭൂമിയിലേക്ക് ഗുളികൻ തിരിച്ചു വന്നു എന്നുമാണ് കഥകൾ.
വേറൊരു കഥയിലോ പാർവതി ദേവിക്ക് ചാരത്തിൽ നിന്നൊരു കല്ല് കിട്ടി. ആ കല്ലിനെ ശിവനെടുത്ത് വലിച്ചെറിഞ്ഞു. ആ കല്ലിൽ നിന്നാണ് ഗുളികൻ പിറന്നത്. അങ്ങനെയാണ് വൻമരങ്ങൾക്ക് കീഴിലുള്ള മറ്റു ശിലാരൂപത്തിൽ ഗുളികന്റെ വാസസ്ഥാനം വരുന്നതെന്നുമാണ് ഈ കഥകൾ. ഇനി കേരളത്തിലെ ജ്യോതിഷത്തിന്റെ ആണിക്കലായ ഗുളികന്റെ കഥ പറയാം. ശനിയുടെ മകനും സൂര്യന്റെ പേരമകനുമാണ് ഈ ഗുളികൻ. രാത്രിയും പകലും വ്യത്യസ്ത രാശികളിൽ ഉദിച്ച് അസ്തമിക്കുന്ന ഗുളികന്റെ പിറവിയെപ്പറ്റി ഗുളികോൽപത്തി എന്ന ലഘുകാവ്യത്തിൽ കഥ ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ യുദ്ധം നടന്നു. വെറും യുദ്ധമല്ല, ഉഗ്രയുദ്ധം. പോരിനിടെ വ്യാഴം ചെയ്ത ശരം നെറ്റിയിലേറ്റ് നിലംപതിച്ചു ശനിദേവൻ. ഓടിയെത്തിയ ബ്രഹ്മദേവൻ നിലത്തുവീണ ശനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നെറ്റിയിൽ ശരം വലിച്ചൂരി ബ്രഹ്മാവ്. അപ്പോൾ ശനിയുടെ തിരുനെറ്റിയിൽ നിന്നും ഒരു തുള്ളി ചോര താഴേക്ക് വീണു. കടും നീല നിറമായിരുന്നു ആ ചോരത്തുള്ളിക്ക്. പൊടുന്നനെ ഒരു ഉഗ്രരൂപം ആ ചോരത്തുള്ളിയിൽ നിന്നും ഉയർന്നു വന്നു. സർപ്പത്തിന്റെ ആകൃതി, തീക്ഷ്ണമായ കണ്ണുകൾ, നിറം ഇരുണ്ട നീല. ആ പൊന്മകനെ ശനിയുടെ പുത്രൻ എന്ന് ബ്രഹ്മാവ് വിളിച്ചു. മാന്തി എന്നവനെ പേരു ചൊല്ലി വിളിച്ചത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. സമസ്ത ജന്തുക്കളെയും മരപ്പിക്കുവാൻ ജന്മായത്തമായ കഴിവുള്ളതിനാൽ ഇവൻ മൃത്യു എന്ന പേരിലും അറിയപ്പെടുമെന്ന് ചൊല്ലി വിഷ്ണു. ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ആ പൊന്മകന് ദേവന്മാർ നൽകി. എന്നാൽ പേരിൽ മാത്രമാണ് ഗുളികത്വം. കാര്യചിന്തയിൽ വാമനൻ ത്രിവിക്രമനാകുന്ന മഹാവൈഭവം ഗുളികനുണ്ടെന്ന് ജ്യോതിഷികൾ പറയുന്നു. പൗരാണിക കാലത്തെ ഗ്രന്ഥങ്ങളിലൊന്നും ഗുളികനെക്കുറിച്ച് കാര്യമായി പരാമർശിച്ചില്ലെങ്കിലും തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളീയ ജ്യോതിഷത്തിൽ ഗുളികന് വലിയ പ്രാധാന്യമുണ്ട്. കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ദശാധ്യായിയിലും പ്രശ്നമാർഗത്തിലും ഗുളികനെ വളരെ പ്രാധാന്യത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജ്യോതിഷികൾ ഫലപ്രവചനത്തിന് ഗുളികന്റെ സ്ഥിതിയും വിശകലനം ചെയ്യുന്നുണ്ട്. രാശിപ്രശ്നങ്ങളുടെ ആരംഭത്തിൽ ആദ്യം പരിശോധിക്കുന്നത് ഗുളിക സ്ഫുടമാണ്. അങ്ങനെയെങ്കിൽ ഭയക്കേണ്ട കക്ഷി കൂടിയാണ് ജ്യോതിഷത്തിലെ ഗുളികൻ. കാരണം സഞ്ചരിക്കുന്ന രാശി ശുഭകരമല്ല എന്നത് തന്നെ. നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണോ എങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ശനിയുമായി ചേരുമ്പോഴാണ് ഗുളികന്റെ ദോഷശക്തി കൂടുതൽ ഭീകരമാവുന്നത്. ഗുളികൻ നിൽക്കുന്ന ഭാവം മാത്രമല്ല മലിനമാകുന്നത്, ആ അധിപഗ്രഹം ചെന്നു നിൽക്കുന്ന രാശിയും ഭാവവും ഒക്കെ അശുഭമാകുന്നു. ഇക്കാരണങ്ങളാണ് ഗുളിക കോലം നല്ല കർമ്മങ്ങൾക്കായി ഉപയോഗിക്കാത്തത്. ഗ്രഹനിലയിൽ മാ എന്ന പേരിലാണ് ഗുളികനെ അടയാളപ്പെടുത്തുന്നത്. മന്ദൻ എന്നാൽ ശനി, അതുകൊണ്ട് മാ എന്ന അക്ഷരം ശനിയെ കുറിക്കുന്നു. ശനിയുടെ മകനാണ് ഗുളികൻ എന്നതിനാൽ മന്ദന്റെ മകൻ എന്ന അർത്ഥത്തിൽ മാന്തി എന്ന ഗുളികനെ വിളിക്കുന്നു. അങ്ങനെ ആ പേരിന്റെ ആദ്യാക്ഷരമായ മാ എന്നത് തന്നെയാണ് ഗുളികനെ രേഖപ്പെടുത്തുന്ന അക്ഷരവും. ശനിയോടൊപ്പം തന്നെ ഗുളികനും ഉദിക്കുന്നു. രാശിയിൽ മറ്റ് ഗ്രഹങ്ങളെ പോലെ ക്രമമായി സഞ്ചരിക്കുന്ന പതിവ് ഗുളികനില്ല. എത്ര സാധു സ്വഭാവമുള്ളവരെ പോലും വെറുപ്പിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? നാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ചൊറിയന്മാരാണെന്ന് പൊതുബോധം വിളിക്കുന്ന ചില മനുഷ്യരെ ഗ്രഹനിലയിൽ 2ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നത് കൊണ്ടാണത്രേ അവർ അങ്ങനെ ആയിപ്പോകുന്നത്. കേരളീയ ജ്യോതിഷന്മാർ പറയുന്നതാണ് കേട്ടോ. അരുതാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടിലുള്ളവർ പറയും, സൂക്ഷിച്ചു പറയണം, നാക്കിൽ ഗുളികൻ ഇരിപ്പുണ്ടാകുമെന്ന്. പറഞ്ഞത് അറം പറ്റിയതുപോലെ ഫലിക്കുമെന്നാണ് ഇതിൻ്റെ സൂചന. പാപികളിൽ ഒന്നാമനും ദ്രോഹികളിൽ മുമ്പനുമാണ് ഗുളികൻ. അതുകൊണ്ട് തന്നെ ഗുളികകാലം പൊതുവെ മോശകാലമാണ്. ജ്യോതിഷം 7 എന്ന സംഖ്യ കൊണ്ട് കാരണമാക്കുന്നത് ഗുളികനെയാണ്. ഇനി ഞാൻ അഷ്ടനാഗങ്ങളിലെ ഗുളികനെക്കുറിച്ച് പറയാം. അഷ്ടനാഗങ്ങളായ അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖപാലൻ എന്നിങ്ങനെ അഷ്ടനാഗങ്ങളിൽ 7ാമൻ കൂടിയാണ് ഗുളികൻ. തൃക്കാൽ പിളർന്നുണ്ടായ ഗുളികനെ തൃശൂലവും കാലപാശവും നൽകി കാലന്റെ പ്രവൃത്തി ചെയ്യാൻ ശിവൻ കീഴ്ലോകത്തേക്ക് അയക്കാനൊരുങ്ങിയ കാലത്താണ് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കശ്യപ മഹർഷി ഹോമം നടത്തിയത്. അങ്ങനെ ഗുളികനെ ദക്ഷപുത്രിയും കശ്യപ മുനിയുടെ ഭാര്യയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെയാണ് നാഗരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. കദ്രുവിനുണ്ടായ 1000 സർപ്പസന്തതികളിൽ 7ാമനായി ഭൂമിയിൽ ജന്മമെടുത്തു ഗുളികൻ. ഈ 1000 സർപ്പസന്തതികളിൽ ഒന്നാമനും നാഗരാജാവുമായ അനന്തനും 7ാമനായ ഗുളികനും മഹാവിഷ്ണുവിൻ്റെ കൂടെ പാലാഴിയിൽ വസിക്കുന്നു. ബാക്കിയുള്ള 998 സർപ്പങ്ങളും നാഗഭൂഷണനായ ശിവന്റെ ആഭരണങ്ങളായി കൈലാസത്തിലാണത്രേ വാസം. ഒരാളുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നത് അഷ്ടനാഗങ്ങളിൽ 7ാമനായ ഗുളികനാണെന്ന് വിശ്വാസമുണ്ട്. ഗുളികന്റെ സാന്നിധ്യം ഇല്ലാത്ത ഗ്രഹനില അപൂർണമായിരിക്കും. നാഗരാജാവിൻ്റെ രൂപമാണ് ഗുളികന്. പാമ്പിൻ്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട്. പുള്ളുവൻ പാട്ടിൽ നാഗോൽപത്തി പാടുമ്പോൾ അഷ്ടനാഗങ്ങളുടെ പേരുകളും ലക്ഷണവും നിറവും പറയുന്നുണ്ട്. അതിൽ വർണ്ണിക്കുന്ന ഗുളികന് ഹരിതവർണ്ണമാണ്. നാഗപടത്തിൻ്റെ രൂപമാണ് മുടിയിൽ. ജാതകദോഷ പരിഹാര സമയത്ത് അഷ്ടനാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പൂജ ചെയ്യുന്നതാണ് ജാതകദോഷത്തിലെ ഗുളികദോഷം മാറാൻ. 8 നാഗരാജാക്കന്മാരെ ഒന്നിച്ച് വിളിച്ച് 100ഉം പാലും നൽകിയാണ് ഗുളികനെ പ്രീതിപ്പെടുത്തുന്നത്. ഗുളികൻ നിൽക്കുന്ന ഇടവും ദൃഷ്ടി പതിക്കുന്ന ഇടവും നശിക്കുമെന്നാണ് വിശ്വാസം.
അതുകൊണ്ട് തന്നെ ഗുളികന് 100 പാലും നൽകുന്നത് നാഗരാജാവ് അനന്തന്റെ പത്നിയും നാഗലോകത്തിന്റെ ഐശ്വര്യദേവതയുമായ നാഗലക്ഷ്മി അഥവാ അനന്തലക്ഷ്മിയുടെ പ്രതിഷ്ഠയുള്ള സർപ്പക്കാവിൽ മാത്രമാണ്. അതായത് അനന്തനും നാഗലക്ഷ്മിയും ഇരിക്കുന്നിടത്ത് മാത്രമേ ഗുളികന് 100 പാലും കൊടുക്കാറുള്ളൂ. വേറെ എവിടെ ചെയ്താലും ചെയ്യുന്ന സ്ഥലവും ചെയ്യുന്ന ആളുടെ 7 തലമുറയും നശിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഗുളികൻ എന്ന കാവൽ മാലാഖയെക്കുറിച്ച് പറയാം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ഗുളികനുണ്ട്. അതായത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഗുളികനുണ്ടാകും. അത് നന്മ തിന്മകളുടെ സമ്മിശ്ര രൂപമാകാം, വ്യക്തി ചോദനകളാകാം, അബോധ മനസ്സിൽ ഊറിക്കൂടിയ പേരറിയാത്ത വികാരങ്ങളാകാം. നിങ്ങൾ ഒരാളെ ചതിച്ചാൽ അല്ലെങ്കിൽ പരിഹസിച്ചാൽ, അതുമല്ലെങ്കിൽ വേദനിപ്പിച്ചാൽ അയാൾ ചിലപ്പോൾ നിങ്ങളോട് ക്ഷമിച്ചേക്കാം. പക്ഷേ അയാളുടെ ഗുളികൻ നിങ്ങളോട് ക്ഷമിക്കണമെന്നില്ല. പകയുടെ നേർത്ത തീപ്പൊരികളായി അയാൾ പോലും അറിയാതെ അബോധത്തിൽ അതങ്ങനെ പൊലിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ സ്വന്തം ഗുളികൻ ആ തീപ്പൊരികളെ ഊതി പൊലിപ്പിക്കുന്നുമുണ്ടാകും. ഉള്ളിലുള്ള ഗുളികനെ അയാളും നിങ്ങളും അറിയുന്നു പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ വാക്കുകളും ചെയ്തികളുമൊക്കെ ഒരാളെ ആനന്ദിപ്പിക്കുമ്പോഴും പോസിറ്റീവ് ഊർജമായി ഇരു ഗുളികന്മാരും പ്രവർത്തിക്കുന്നുണ്ടാകും. ക്രിസ്ത്യാനിറ്റിയിലെ സങ്കല്പമാണ് കാവൽ മാലാഖമാർ. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ടെന്നാണ് ക്രിസ്തു മതവിശ്വാസം. അതവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും രക്ഷ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് ക്രിസ്ത്യൻ ദൈവജ്ഞർ പറയുന്നത്. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് തൊട്ടു മുമ്പ് വരെ ഗർഭപാത്രത്തിൽ അമ്മയുടെ കാവൽ മാലാഖയുടെ സംരക്ഷണത്തിലായിരിക്കും അത്രേ ഓരോ മനുഷ്യക്കുഞ്ഞും. ജനിക്കുന്ന നിമിഷം മുതൽ പുതിയൊരു മാലാഖ ആ കുഞ്ഞിൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുക്കും. ഈ സംരക്ഷണം ആ ജീവൻ്റെ മുഴുവൻ കാലവും നീണ്ടു നിൽക്കും. മരിക്കുന്ന നിമിഷം വരെ മാത്രമേ ഈ സംരക്ഷണം നിലനിൽക്കുകയുള്ളൂ. ശേഷം ശുദ്ധീകരണ സ്ഥലം അഥവാ പറുദീസ വരെ അത് നമ്മുടെ ആത്മാവിനൊത്ത് സഞ്ചരിക്കുന്നു. അങ്ങനെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ കൂട്ടവകാശിയായി തീരുന്നു എന്നാണ് ക്രിസ്തീയ സങ്കല്പം. നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നീ ജാഗരൂകനായിരിക്കുക എന്നാണ് വിശുദ്ധ ബെർണാഡ് പറയുന്നത്. എവിടെ വസിച്ചാലും ഏത് മുക്കിലും മൂലയിലും നീ അകപ്പെട്ടാലും നിന്റെ കാവൽ മാലാഖയെ ആദരവോടെ ഓർക്കുക. അവൻ ഉണ്ടോ എന്ന് നിനക്ക് സംശയം കാണും. കാരണം നിനക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ. കേവലം കാഴ്ചകൾക്കും അപ്പുറത്ത് നിലനിൽപ്പുണ്ടെന്ന യാഥാർത്ഥ്യം നീ ഓർക്കുക. വിശുദ്ധ ബർണാസ് ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് ഏറെക്കുറെ ഒരേ കാര്യം തന്നെയാണ്. ഭൂമിയിൽ അവതരിച്ച ഓരോ തെയ്യക്കോലവും പറയുന്ന കഥകൾ വ്യത്യസ്തമായിരുന്നാൽ പോലും അവർ മനുഷ്യ നന്മയ്ക്കായി പിറവിയെടുത്തവരാണ്. പഴമയുടെ 1000 കഥകൾക്കായി നമുക്ക് ഇനിയും കാതോർക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.